അമേരിക്കൻ നയങ്ങളെയും ഭീഷണികളെയും ദേശീയ ടെലിവിഷനിലൂടെ നിശിതമായി വിമർശിക്കുന്ന ചൈനീസ് നിർമ്മിതമായ ഹുവാവയുടെ ഒരു ഫോൺ ഉയർത്തിക്കാട്ടി ഇതാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഫോൺ എന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രത്തലവൻ. Xi Jinping gave me this. Un Huawei. A Huawei. The best phone in the world. The Huawei. And the Americans can't hack it. El mejor teléfono del mundo. Neither their spy planes nor their satellites. കഴിഞ്ഞ മാസം 3-ാം തീയതി അതിരാവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച കമാൻഡോ സംഘം എന്ന് പറയപ്പെടുന്ന ഡെൽറ്റ ഫോഴ്സ് വൻ സന്നാഹവുമായി എത്തി അബ്സല്യൂട്ട് റിസോൾവ് എന്ന ഓമനപ്പേരിട്ട ഓപ്പറേഷനിലൂടെ സകല അന്താരാഷ്ട്ര നിയമങ്ങളെയും ഗൗനിക്കാതെ ആ നേതാവിനെ സ്വന്തം രാജ്യത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അമേരിക്കയിലെ ബ്രൂക്ലിൻ ജയിലിലാക്കുന്നു. ആ രാഷ്ട്രത്തലവൻ്റെ പേരാണ് നിക്കോളാസ് മദൂറോ. രാജ്യത്തിൻ്റെ പേര് വെനിസ്വേല. ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനമോ ഒറ്റപ്പെട്ട സംഭവമോ അല്ല, മറിച്ച് പലതരം ആടരുകളുള്ള ഒരു വലിയ വിഷയത്തിൻ്റെ താൽക്കാലിക കൺക്ലൂഷൻ മാത്രമാണ്. ഒരു കൺക്ലൂഷന് എത്രത്തോളം പറയാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചിട്ട് അറിയത്തില്ലാത്ത ഒരു സാഹചര്യം. ഈ വിഷയം ഇഴകേറി പരിശോധിക്കുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ചരിത്രം, രാഷ്ട്രീയം, ട്രംപിസം, ചൈന എന്ന ബദൽ എന്നിങ്ങനെ ഒട്ടനവധി എപ്പിസോഡുകളായി പരിണമിക്കുന്ന ഒരു വൻ ചിത്രം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ എപ്പിസോഡുകളെക്കുറിച്ചിട്ട് പിന്നീട് വിശദമായി സംസാരിക്കാം. നിലവിൽ ഈ വിഷയത്തിൻ്റെ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവയെക്കുറിച്ചിട്ട് ചെറുതായി ഒന്ന് പരിശോധിച്ച് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വർത്തമാനം അറിയാൻ ഒരു ഭൂതകാല യാത്ര. നമുക്ക് വർഷം 1922 മുതൽ തുടങ്ങാം. വെനിസ്വേലയുടെ ജാതകം മാറ്റി എഴുതിയ വർഷമായിരുന്നു അത്. അന്ന് മാരക്കൈബോ തടാകക്കരയുടെ അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് കുതിച്ചൊഴുകിയ ഒരു കൊഴുത്ത ദ്രാവകം പിന്നീട് വെനിസ്വേലയുടെ രാഷ്ട്രീയ, സാമൂഹിക, ഭൗമ, രാഷ്ട്രീയ, സാമ്പത്തിക നിർവചനങ്ങളെ മാറ്റി എഴുതിയ നിധിയായിട്ട് മാറി. ആ നിധി കാത്തഭൂതത്തിന് അല്ലെങ്കിൽ വെനിസ്വേലയ്ക്ക് ഇന്ന് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ കഥയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ കൂടുതലായി സംസാരിക്കേണ്ടത്. ഈ കഥയിൽ തലക്കെട്ടുകൾക്കോ കഥാപാത്രങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ ഒരൊറ്റ സ്രോതസ് രാജ്യത്തിൻ്റെ ഭാഗധേയത്തെ എങ്ങനെ നിർണ്ണയിച്ചു എന്നതാണ് ഞാനിന്നിവിടെ വിവരിക്കുന്നത്. ഒരു മഡൂറോയെ പുറത്താക്കിയതുകൊണ്ടോ അടുത്തതായി ഒരു വ്യക്തിയെ ഭരണത്തിൽ അവരോധിച്ചതുകൊണ്ടോ ഈ പ്രശ്നം തീരുന്നില്ല. ഭരണഘടനാപരമായ പ്രശ്നത്തെ സമീപിക്കാതെ ഒരു രാജ്യവും സാമൂഹിക സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഘടനാപരമായ ആ ഒരു പ്രശ്നം മറ്റൊന്നുമല്ല, അവിടുത്തെ എണ്ണ തന്നെയാണെന്നാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇനി ഒരു 3 ദശകങ്ങളിലായി കത്തി നിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം. മറക്കായ്ബോ തടാകത്തിലെ അടിത്തട്ടിലുള്ള എണ്ണ മാനറ്റോ ഗ്രാൻഡ്ഫീൽഡ് എന്നറിയപ്പെടുന്ന എണ്ണപ്പാടത്തിലേക്ക് ഒഴുകിയതിന് ശേഷം വിദേശ കമ്പനികളുടെ ഒരു വലിയ ഒഴുക്കിനാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. റോയൽ ഡച്ച് ഷെൽ, ഗൾഫ് ഓയിൽ, സ്റ്റാൻഡേർഡ് ഓയിൽ, എക്സോൺ എന്നീ അതികായകന്മാർ വെനിസ്വേലയുടെ കണ്ണായ സ്ഥലങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി. ഇവരുടെ സഹായത്തോടെ 1929 തന്നെ ലോകത്തിലെ 2ാമത്തെ എണ്ണ ഉൽപ്പാദന രാജ്യമായി വെനിസ്വേല മാറി. അമേരിക്കയായിരുന്നു അക്കാലത്ത് 1ാം സ്ഥാനത്ത്. അന്നത്തെ ഉൽപ്പാദനം വർഷത്തിൽ 137 മില്യൺ ബാരൽ എണ്ണയായിരുന്നു. ഒരു ബാരൽ എന്ന് പറയുന്നത് 120 ലിറ്ററാണ്. ചരിത്രത്തിൽ ആരാരും അറിയപ്പെടാതിരുന്ന ഒരു രാജ്യം എണ്ണ എന്ന ഒറ്റ സമ്പത്തിൻ്റെ പിൻബലത്തിൽ ലോക ഭൂപടത്തിൽ സ്ഥാനമുറപ്പിച്ചത് ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ലോകം കണ്ടത് സമൃദ്ധിയുടെ വിരോധാഭാസമാണ്. എന്തുകൊണ്ടാണ് വെനിസ്വേലയ്ക്ക് ഖത്തർ പോലെ ഒരു ചെറിയ രാജ്യം ലോകകപ്പ് ഫുട്ബോൾ മാമ്പാങ്കം സംഘടിപ്പിച്ചതുപോലെയോ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെ ഒരു സാമ്പത്തിക ഹബ്ബ് ആകുവാനോ സാധിച്ചില്ല? കോവിഡിന് ശേഷം ശ്രീലങ്കയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതേ സാമ്പത്തിക പ്രതിസന്ധി പല കുറി അനുഭവിക്കേണ്ടി വന്ന രാജ്യമാണ് വെനിസ്വേല. എണ്ണയിൽ നിന്നുണ്ടാക്കിയ സമ്പത്ത് സ്ഥിരമായി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനായി നിക്ഷേപിക്കാനോ സാമൂഹിക മാറ്റത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ കാരണവും എണ്ണ സമ്പത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ വിരോധാഭാസം. 2ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതുവരെ വെനിസ്വേല നിർബാധം ലോകത്തിന് എണ്ണ ഒഴുക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അതിനുശേഷം കണ്ടെത്തിയ ഒറിനാക്കോ ബെൽറ്റ് ലോട്ടറി അടിച്ചവന് അതിൻ്റെ ഇരട്ടി തുക വീണ്ടും ലോട്ടറി അടിച്ചതുപോലെയായി. ലോകത്ത് ഇതേവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ എണ്ണ ശേഖരം ഈ മേഖലയിലാണ് ഉള്ളത്. അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പ്രകാരം 900 ബില്യൺ ടു 1.4 ട്രില്യൺ ബാരൽസ് ഓഫ് ഹെവി ക്രൂഡ് ഇൻ പ്രൂവൻ ആൻഡ് അൺപ്രൂവൻ ഡിപ്പോസിറ്റ്സ് എന്നുള്ളതാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. സൗദി പോലും ഇതിൽ 2ാമനാണ്. അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്ക തന്നെയാണ്. പണ്ട് അമേരിക്കയ്ക്ക് എണ്ണയ്ക്കായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നപ്പോൾ ഇറാഖ് കുവൈറ്റ് യുദ്ധം പോലുള്ള ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഷെയിൽ റോക്കിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യയിലൂടെ സ്വയം പര്യാപ്തത നേടിയതോടെ ആ താല്പര്യങ്ങൾക്ക് അയവ് വന്നിരുന്നു. എന്നിട്ടും ഇപ്പോൾ വെനിസ്വേലയിൽ നടത്തിയ ഇടപെടൽ വലിയ ചർച്ചയാകുന്നുണ്ട്. വെനിസ്വേലയെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. എണ്ണ സമ്പത്തിന് പുറമെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ ഏഞ്ചൽസ് ഫാൾ ഉൾപ്പെടെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച നാടാണ് വെനിസ്വേല. ബിഗ് 4 സൗന്ദര്യ മത്സര വേദികളിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ പലതവണ നേടിയിട്ടുള്ളത് വെനിസ്വേലയിൽ നിന്നുള്ള സുന്ദരിമാരാണ്. എണ്ണ സമ്പത്തിൽ മുന്നിലാണെങ്കിലും അതെല്ലാം ഹാർഡ് ക്രൂഡാണ്.
ഹാർഡ് ക്രൂഡ് എന്ന് പറയുമ്പോൾ ഗൾഫ് നാടുകളിലെ ലൈറ്റ് ക്രൂഡിനെ അപേക്ഷിച്ച് ഇതിനെ ഖനനം ചെയ്യാനായിട്ടും സംസ്കരിക്കാനായിട്ടും പ്രത്യേക റിഫൈനറികൾ നമ്മുടെ ജാംനഗറിലേതുപോലെ തന്നെ വേണം. ഈ സാങ്കേതിക പോരായ്മയാണ് ജനങ്ങളുടെ ക്ഷേമത്തിനും വിലങ്ങുതടിയാവുന്നത്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ മാർഗ്ഗങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വെനിസ്വേലയുടെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയല്ല. 1943 പ്രസിഡന്റ് ഐസിയസ് മെദീന അങ്കരീറ്റ, ഞാനിങ്ങനെയുള്ള പേരുകൾ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. അദ്ദേഹം ഹൈഡ്രോ കാർബൺ നിയമത്തിലൂടെ എണ്ണ വരുമാനത്തിൻ്റെ പകുതി സർക്കാരിന് നൽകുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഇതോടെ ആരാണോ എണ്ണയെ നിയന്ത്രിക്കുന്നത് അവർ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. 1960കളിൽ OPEC രൂപീകരിക്കുന്നതിൽ വെനിസ്വേലൻ പെട്രോളിയം മന്ത്രിയായ പെരേസ് എലാൻസോ പ്രധാന പങ്കുവഹിച്ചു. 1973 എണ്ണ വില വർധനവ് ഖജനാവ് നിറച്ചെങ്കിലും എണ്ണ വരുമാനം കുറയുമ്പോൾ രാജ്യം തകരുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. ഈ അവസ്ഥയാണ് പല ആളുകളും ഇങ്ങനെ കുറിച്ചത് പാരഡോക്സ് ഓഫ് പ്ലെന്റി. ഇത് അഴിമതിയിലേക്കും തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളിലേക്കും ഈ ഒരു അവസ്ഥ നയിച്ചു. 1976 പ്രസിഡന്റ് കാർലോസ് ആൻഡ്രസ് എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കുകയും PDVSA എന്ന ദേശീയ കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഹ്യൂഗോ ഷാവേസ് വരുന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ചെയ്ത കാര്യം സബ്സിഡികൾ കാര്യമായി വർദ്ധിപ്പിച്ചു. അത് അദ്ദേഹത്തിന് ജനപ്രീതി നേടിക്കൊടുത്തു. പക്ഷേ PDVSA പൂർണ്ണമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചതോടെ കാര്യക്ഷമത കുറഞ്ഞു. 1990കളിൽ 30 ലക്ഷം ബാരലായിരുന്നു ഉൽപ്പാദനം. 2024 9 ലക്ഷമായി അത് ചുരുങ്ങുന്നുണ്ട്. പണപ്പെരുപ്പം കാരണം ചാക്കിൽ പണം കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥ വരെ രാജ്യത്തിനുണ്ടാവുന്നുണ്ട്. 3 കോടി ജനതയിൽ 70 ലക്ഷം ആളുകളും രാജ്യം വിട്ടു. ഈ പശ്ചാത്തലത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വിദേശ നയം ശ്രദ്ധേയമാവുന്നത്. ഇതിനെ ലോകം വിളിക്കുന്നത് നിങ്ങൾക്കറിയാം ഡോൺറോ സിദ്ധാന്തം, അല്ലെങ്കിൽ ട്രംപ് ക്രോളറി ടു ദ മൺട്രോ ഡോക്ട്രിൻ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. 1823 പഴയ മൺട്രോ ശാസനയുടെ ഒരു പുത്തൻ രൂപമാണിത്. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ കമ്പനികൾ ലാറ്റിൻ അമേരിക്കയെ ഒരു ബനാന റിപ്പബ്ലിക്കായിട്ട് കണ്ടിരുന്നു. എന്നാൽ ഷാവേസിന്റെ വരവോടെ ആ ബന്ധം ഉലഞ്ഞു. ഇതിന് മറുപടിയായിട്ടാണ് ട്രംപ് ഭരണകൂടം പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കയുടെ അപ്രമാദിത്യം വീണ്ടും ഉറപ്പിക്കുന്നതും ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതും കാനഡ, പനാമ കനാൽ, ഗ്രീൻലാൻഡ് എന്നിവയെ കൈവശപ്പെടുത്താനായിട്ടുള്ള താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്നതും. കൂടാതെ വെനിസ്വേലയ്ക്കെതിരായിട്ടുള്ള സൈനിക നീക്കവും ഇവയെല്ലാം ഈ ഡോൺട്രോ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മഡൂറോയെ പിടികൂടിയതിന് ശേഷം ട്രംപ് പ്രഖ്യാപിച്ചത് എന്താണ്? പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ അമേരിക്കയുടെ ആധിപത്യം ഇനി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല എന്നാണ്. സപ്പോർട്ടേഴ്സ് ഇതിനെ അമേരിക്കയുടെ പ്രതാപം വീണ്ടെടുക്കലായിട്ടൊക്കെ കാണുന്ന സമയത്ത് വിമർശകരും ജേർണലിസ്റ്റുകളും ഇതിനെ അന്താരാഷ്ട്ര നിയമങ്ങളിലെ ലംഘനമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. ഒബാമയുടെ കാലത്ത് തുടങ്ങിയതാണ് ഉപരോധങ്ങൾ. ട്രംപിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ അത് സാമ്പത്തിക ഉപരോധങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. 2021 കയറ്റുമതി നിലച്ചതോടെ വെനിസ്വേല ആകെ തകർന്നു. ഇവിടെയാണ് ചൈന രക്ഷകനായി എത്തിയത്. യുവാനിൽ ഇടപാടുകൾ നടത്തിയും ഡാർക്ക് ഫ്ലീറ്റ് ടാങ്കറുകൾ ഒരുക്കിയും അവർ മഡൂറോയെ സഹായിച്ചു. ഇതിന് പകരമായി അവർക്ക് എണ്ണ ലഭിച്ചു. റഷ്യയും ഇന്ത്യയും ഇതിൽ ഭാഗവാക്കായിരുന്നു എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇത് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോൾ ഈ മഡൂറോയെ പിടികൂടിയതും സകല അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ്. വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലാതെ നാർക്കോ ടെററിസം എന്ന കുറ്റം ചുമത്തിയാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയത്. ഇത് ചൈനയ്ക്ക് തൈവാൻ മേഖലയിലേക്കും റഷ്യയ്ക്ക് ഉക്രൈൻ മുഴുവനായും ആധിപത്യം ഉറപ്പിക്കുന്നതിന് വഴിമരുന്നിടുവോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രീൻലാൻഡിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ലെന്നേ. ആർട്ടിക് ഉരുകുമ്പോൾ പുറത്തു വരുന്ന വൻ ഊർജ്ജ സ്രോതസ്സും ധാതുക്കളുടെ കലവറയും ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അമേരിക്കയ്ക്ക് അത്. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000-2010 കാലത്ത് ഇന്ത്യ വെനിസ്വേലയുടെ പ്രധാന ക്രൂഡ് ഓയിൽ ഉപഭോക്താവായിരുന്നു. ഉപരോധം കാരണം മുടങ്ങിയ ONGCയുടെ ലാഭവിഹിതം ലഭിക്കുന്നതിനും റിലയൻസിന് കുറഞ്ഞ വിലയ്ക്ക് വെനിസ്വേലൻ എണ്ണ വാങ്ങുന്നതിനുമൊക്കെ ഇപ്പോഴുള്ള മാറ്റങ്ങൾ കാരണമാകുമോ, ഇതൊക്കെ ഉപകരിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അഡീഷണൽ ഇൻഫർമേഷൻസ് ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.